ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാസിൻ മീഡിയാസ്. അപ്പോൾ ഇന്ന് നമുക്ക് ഈ ഇൻവിസിബിൾ സിബ് ഇത് എങ്ങനെയാണ് ഒരു ഫ്രോക്കിലും ബ്ലൗസിലൊക്കെ കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക എന്നാണ് കേട്ടോ നോക്കാൻ പോണത്. ഇത് ഞാൻ തന്നെ 2-3 രീതിയിൽ ചെയ്തെടുക്കലുണ്ട് കേട്ടോ. അതിലേറ്റവും സിമ്പിളായിട്ടുള്ള രീതിയാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ഇന്ന് ഞാൻ ഈ അംബ്രല്ല സ്കേർട്ടിൻ്റെ കൂടെ ഇടാനുള്ള ഈ ബ്ലൗസിലാണ് കേട്ടോ സിബ് അറ്റാച്ച് ചെയ്ത് കാണിക്കണത്. ഇതിൻ്റെ പകുതി സ്റ്റിച്ചിങ്ങും ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സിബ് മാത്രമേ ഞാനിപ്പോൾ കാണിക്കണുള്ളൂ. ഇതേ പാറ്റേണിലുള്ള ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആവശ്യമുള്ളവർ ചാനലിൽ പോയാൽ ആ വീഡിയോ കാണാൻ പറ്റും. ഇതിൻ്റെ ഈ സിബ് വെക്കേണ്ട ഭാഗം ഞാനിതാ ഈ നെക്കിൻ്റെ കൂടെ ഉള്ളിലേക്ക് മടക്കി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതല്ലാതെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. ആദ്യം നമ്മൾ ഇതിൻ്റെ ഈ 2 ഭാഗത ഇതുപോലെ പിടിച്ചു കൊടുത്തുകൊണ്ട് ഇതിൻ്റെ ഈ അരികിൽ ഒരു 1/2 ഇഞ്ച് വിട്ട് ഇങ്ങനെ ഒന്ന് അടിയിലേറ്റം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കട്ടോ. ഒരു സ്റ്റിച്ചിങ് ലെങ്ത്ത് നല്ല കൂട്ടിയിട്ട് വേണം കേട്ടോ അത് ചെയ്തെടുക്കാൻ. നമുക്കിത് അവസാനം അയച്ചു കൊടുക്കാനുള്ളതാണ്. അതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഈ 2 ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ 2 ഭാഗം ഇതുപോലെ ഇങ്ങനെ ഒന്ന് നിവർത്തി കൊടുത്ത് അതിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഈ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഇതുപോലെ ഇങ്ങനെ അതിൻ്റെ ആ ലോക്ക് വരുന്ന ഭാഗം ഇങ്ങനെ ഈ നല്ല ഭാഗത്തേക്ക് ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അതിന് ശേഷം നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഒരു ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ അരികിലൂടെ ഇങ്ങനെ ഈ സിബിൻ്റെ ഒരു ഭാഗം നമ്മുടെ ആ സ്റ്റിച്ചിങ് 1/2 ഇഞ്ച് വിട്ടുക്കണില്ലേ, അതിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ പിടിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് എത്രയാണോ സിബ് കൊടുക്കേണ്ടത് അവിടെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. ഈ സിബ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നതിന് മുന്നായിട്ട് ഞാൻ ഈ മെഷീൻ്റെ ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഈ 1 സൈഡുള്ള ഫൂട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത്. നമ്മൾ നോർമൽ ഫൂട്ട് അയച്ച് മാറ്റിക്കാണ്ട് അത് ഈ മെഷീനിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ 1 സൈഡ് ഫൂട്ട് വെച്ച് നമ്മൾ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ അത് കറക്റ്റായിട്ട് കിട്ടും. ഇനി നമ്മൾ ഇതിൽ ഈ സ്റ്റിച്ച് ചെയ്തെടുത്ത ഈ ഭാഗം ഉണ്ടല്ലോ, അതിൻ്റെ ആ 2 ഭാഗം കൂടി ഇങ്ങനെ ഒന്ന് പരത്തി കൊടുത്തതിന് ശേഷം അതിൻ്റെ ഉള്ളിൽ സിബ് ഇതുപോലെ ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്ത് ഈ സിബിൻ്റെ ഈ മേൽഭാഗത്ത് ഒരു മാർക്കിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കുമ്പോൾ കറക്റ്റായിട്ട് 2 സൈഡും ഒരേപോലെ വരാനാണ് ആദ്യം ഈ മാർക്കിട്ട് കൊടുക്കുന്നത്. ഇനി ഈ സിബിൻ്റെ ഈ ലോക്ക് തുറന്നതിന് ശേഷം ഈ ഒരു ഭാഗം നമ്മൾ ആ പരത്തീൻ്റെ ഒരു അറ്റത്ത് ഇങ്ങനെ ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് ആ അരികിലൂടെ ഒന്നിങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിങ്ങനെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് കരുതണം. കാരണം കറക്റ്റായിട്ട് കാണിക്കാൻ ഇതിൻ്റെ വീഡിയോ എടുക്കലും സ്റ്റിച്ച് ചെയ്യലും ഒക്കെ ഞാൻ തന്നെ ആയതുകൊണ്ടാണ് ഇതിങ്ങനെ കറക്റ്റായിട്ട് കാണിക്കാൻ പറ്റാത്തിട്ടാ. ഇതിപ്പോൾ ഒരു സൈഡ് ഞാൻ ആ 1/2 ഇഞ്ചിൻ്റെ ഭാഗത്ത് ഇങ്ങനെ വെച്ചത് അടിയിലേക്ക് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് പോകണ്ടാ. നമുക്ക് എത്ര വരെയാണോ സിബ് അറ്റാച്ച് ചെയ്ത് കൊടുക്കേണ്ടത് അവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് കണ്ട് അവിടെ ഒന്ന് ലോക്ക് ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ആ സിബിൻ്റെ ആ ഭാഗം ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്ത് വീണ്ടും ഇങ്ങോട്ട് മേലോട്ട് ഇങ്ങനെ അങ്ങേ ഭാഗം മറ്റേ 1/2 ഇഞ്ച് ഉണ്ടല്ലോ അതിൻ്റെ ആ ഭാഗത്ത് ഇങ്ങനെ പരത്തി വെച്ച് കൊടുത്തുകൊണ്ട് ഇങ്ങനെ മേപ്പോട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ ചെയ്യുന്ന രീതികളിൽ വെച്ച് ഏറ്റവും സിമ്പിളായിട്ട് തോന്നിയിട്ടുള്ളൊരു മെത്തേഡാണ് കേട്ടത്. ഇതാകുമ്പോൾ സിബ് നമുക്ക് അടുപ്പിച്ച് കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ആദ്യം ആ സ്റ്റിച്ച് ഇട്ടില്ല അതൊന്ന് പൊട്ടിച്ച് കൊടുത്താൽ ആ സിബ് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഞാൻ ഫ്രോക്കൊക്കെ ചെയ്തെടുക്കുമ്പോൾ ചിലപ്പോൾ വേറെ രീതിയിലാണ് കേട്ടോ ചെയ്യാറ്. അത് പെട്ടെന്ന് ചിലർക്കൊന്നും മനസ്സിലായി വരില്ല. അത് സിബിൻ്റെ നമ്മൾ ആ നല്ല ഭാഗത്ത് വെച്ച് കണ്ട് സിബ് അറ്റാച്ച് ചെയ്ത് കൊടുത്ത് അത് പുറകോട്ട് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുക. അങ്ങനെ നമ്മുടെ ആ സിബിൻ്റെ 2 ഭാഗം ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ ഈ നല്ല ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ രീതിയിലാണ് കിട്ടിയിട്ടുള്ളത്. ഇത് നമ്മൾ നേരത്തെ ആദ്യം ആ സ്റ്റിച്ച് ചെയ്തില്ലേ, ആ സ്റ്റിച്ച് ഞാനൊന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. സിബ് എവിടെ വരെയാണോ നമ്മൾ ലോക്ക് ചെയ്തത് അവിടെ വരെ അയച്ചു കൊടുക്കണുള്ളൂ കേട്ടോ. ആദ്യമായിട്ട് ചെയ്തെടുക്കണവർക്കൊക്കെ ഈ രീതിയാണ് കേട്ടോ നല്ലത്. കാരണം ഇതിങ്ങനെ ഈ നൂല് അയച്ചു കൊടുത്തുകൊണ്ട് സിബ് പൂട്ടി കൊടുക്കുമ്പോൾ നമ്മൾ ആ നൂല് അയക്കാതെ കണ്ടില്ലേ അതേ രീതിയിൽ തന്നെ ആയിരിക്കും സിബ് കിട്ടുക. നമ്മൾ ആ സിബ് സ്റ്റിച്ച് ചെയ്തപ്പോൾ ആ ലോക്ക് ചെയ്ത ഭാഗം ഉണ്ടല്ലോ, ഇവിടെ വരെയാണ് ഞാൻ ആ സിബ് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അവിടെ വരെയാണ് ഇപ്പോൾ ഞാൻ ആ സ്റ്റിച്ച് അയച്ചു കൊടുത്തിട്ടുള്ളത്. ബാക്കി അടിയിലേറ്റുള്ള ഭാഗം ആ സ്റ്റിച്ച് അതേപോലെ നിർത്തിയേക്കാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ആ സ്റ്റിച്ച് അയച്ചതിന് ശേഷം സിബ് പൂട്ടി കൊടുക്കുമ്പോൾ കണ്ടില്ലേ നമ്മളത് അയക്കണതിൻ്റെ മുന്നേ കണ്ട അതേ രീതിയിൽ തന്നെ നല്ല കറക്റ്റായിട്ട് കിട്ടുന്നത്. അപ്പോൾ നമ്മുടെ സിബിൻ്റെ ഭാഗം ഇപ്പോൾ കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഈ ബ്ലൗസ് ബാക്കി ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഈ സിബിൻ്റെ ഭാഗം എങ്ങനെയെന്ന് കാണിച്ച് തരാം കേട്ടോ. അങ്ങനെ നമ്മുടെ ഈ ബ്ലൗസ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഈ സിബിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ കറക്റ്റായിട്ട് കിട്ടിയിട്ടുള്ളത്. ഏത് രീതിയിൽ ചെയ്താലും സിബ് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കൊണ്ടിട്ടാ. ഇത് എന്തായാലും കറക്റ്റായി കിട്ടാതിരിക്കൂല. ഇനി ഇൻഷാ അല്ലാഹ് ഇതുപോലത്തെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.